ഹായ് നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തല ചൊറിച്ചിലാണ്. തല ചൊറിച്ചിൽ, പിന്നെ മുടി ഊരിപ്പോക്കാണ്. ചിലർക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു, പക്ഷേ ഈ ചൊറിച്ചിൽ കാരണം, മുടിയും പോണ കാരണം വലിയ പ്രശ്നത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരോട് ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ സോപ്പോ ഷാമ്പുവോ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ ഉപയോഗം നിർത്താം കേട്ടോ. അത് സോപ്പോ ഷാമ്പോ ഇല്ലാതെ തന്നെ നമ്മുടെ തലയിൽ ചെളിയെല്ലാം, അഴുക്കും പൊടികളും എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. ഈ അമിതമായ ഉപയോഗം കൊണ്ട്, ഷാമ്പു സോപ്പൊക്കെ കൊണ്ട് നമുക്ക് അത് മിക്കതും കെമിക്കൽസ് ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ അംശം എന്തായാലും തലോട്ടിലൊക്കെ പിടിച്ചിരിക്കും. അതുമൂലം ഫംഗസ് ഉണ്ടാകും. ഈ ഫംഗസ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അതാണ് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നത്, മുടി കൊഴിച്ചിലുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം എന്താ ചെയ്യുക, സോപ്പ്, ഇതുപോലെയുള്ള ഷാമ്പു, അത് കെമിക്കലായിട്ടുള്ളതൊന്നും നമ്മൾ തലയോട്ടിലോ മുടിയിലോ ഒന്നും തേക്കാൻ പാടില്ല കേട്ടോ. ആദ്യം അത് നിർത്താം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആര്യവേപ്പിൻ്റെ കാരണമില്ലാതെ തല ചൊറിച്ചിൽ അനുഭവപ്പെടാം, മുടി കൊഴിഞ്ഞു പോവാം. അപ്പോൾ അതിന് എല്ലാത്തിനും കാരണം എന്തെങ്കിലും ഒരു കാരണമില്ലാതെയുള്ള ചൊറിച്ചിലിന് ഇതിനെല്ലാം നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഓളെന്ന ബട്ടൺ അമർത്താം, ബെൽ ബട്ടൺ അമർത്തിയിട്ട്. അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ അന്ന് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോപ്പ് ഉപയോഗിക്കൽ നിർത്താം കേട്ടോ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഈ തല ചൊറിച്ചിലിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പലതുണ്ട്, പല പാക്കുണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോ പാക്കും നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഫലത്തിലെത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കറ്റാർവാഴയാണ് കേട്ടോ. കറ്റാർവാഴയുടെ ജെല്ലെടുക്കാം. അത് എങ്ങനെ എടുക്കണേന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ ഇതാണ് കേട്ടോ, തൈര്. ആവശ്യത്തിന് തൈര് ചേർക്കാം, 1-2 സ്പൂൺ തൈര്. കൂടാതെ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ, നെല്ലിക്കപ്പൊടി. ഈ 3 കൊണ്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ജെല്ലെടുക്കാം, തൈരും കൂടാതെ അന്ന് പറഞ്ഞ പോലെ മേമ്പൊടി പോലെ നെല്ലിക്കപ്പൊടി. ഇത് 3 കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ കാണിച്ചു തരാം കേട്ടോ. അതിനു മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ നമ്മൾ ഈ കറ്റാർവാഴ കണ്ടോ, കുറച്ച് വെള്ളത്തിൽ മുക്കി വെക്കണം കേട്ടോ. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ്, ജെല്ലെടുക്കുന്നതിന് മുമ്പ് ഇതിലൊരു മഞ്ഞ ദ്രാവകമുണ്ട് കണ്ടോ, മഞ്ഞ കളർ കണ്ടോ. ഇത് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കളയാതെ നമ്മൾ തേച്ചാൽ നമുക്ക് തലമുടിയും തലയൊക്കെ ചൊറിച്ചിൽ വരും കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമ്മൾ കളയണം. അതിനു മുമ്പ് ഒരു 5 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. വെള്ളത്തിൽ ഇറക്കി വെക്കുമ്പോൾ ഇതുപോലെ കളറ് കാണണം. ആ ജെല്ലിൻ്റെ ഉള്ളിലുള്ള ആ മഞ്ഞ ദ്രാവകം ഇതുപോലെ ഇറങ്ങി വരും. അതിന് ശേഷം വേണം കേട്ടോ ഇതിന് ജെല്ലെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലുള്ള മുള്ളു പോലെ ഉള്ളത് കളയണം കേട്ടോ. കണ്ടോ, മുള്ളു പോലെ ഉള്ളത് കളയണം. എന്നിട്ട് വേണം ഇതിൻ്റെ ഇല, ഇത് കണ്ടോ, പുറം തൊലി എടുക്കണം കേട്ടോ. ഇതുപോലെ വേണ്ട ജെല്ല്. അന്ന് പറഞ്ഞ പോലെ അരവുള്ള കത്തിയാണ് കേട്ടോ. കത്തി കൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലേ, ജെല്ല് വീഴുന്നുണ്ടോ. ഇങ്ങനെ ജെല്ലെടുക്കാം.
മുടി കൂടുതലുള്ളവർ ഒന്നോ രണ്ടോ ലീഫ് എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒന്നോ രണ്ടോ ലീഫ് എടുക്കാം നമുക്ക്. ഉണ്ടോ, ഇങ്ങനെ എടുക്കാം. നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ആ ജെല്ല്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ 2 സ്പൂൺ തൈര് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തൈരും ഈ അലോവേറയും കൂടി മിക്സ് ചെയ്യാം. ഇത് തലമുടിക്ക് നല്ലതാട്ടോ, വളരാനും നല്ലതാണ്, ചൊറിച്ചിലിനൊക്കെ നിൽക്കും. ഇത് കൂടാതെ നിങ്ങൾ ആര്യവേപ്പിൻ്റെ ഇലയും കൂടി എടുത്തുള്ള ആ നീര് അതും കൂടി ഉള്ളത് തേക്കണം കേട്ടോ. മാറി മാറി യൂസ് ചെയ്യണം. ഹലോ, ഇനി ഇതിനകത്ത് നെല്ലിക്കപ്പൊടി ചേർക്കാം. ഹലോ, കൈകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചു നേരം തലയിൽ വെച്ചിരുന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തേച്ച് കളഞ്ഞാൽ മതി കേട്ടോ. നീർക്കെട്ട്, നീർപ്പിടുത്തം, ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരും. ഇത് തേച്ച് തണുപ്പ് പറ്റില്ല എന്നുള്ളവർ ഞാൻ പറയുന്ന പോലെ രാസ്നാദിപ്പൊടി നിറയെ തിരുമാട്ടോ. ആദ്യമേ തിരുമിയിട്ട് വേണം ഈ പാക്ക് ഇടാൻ കേട്ടോ. ഇത് മുടി വളരും കേട്ടോ, മുടി വളരും. അപ്പൊ നിങ്ങൾ ഇതും നോക്കാം കേട്ടോ, ഇതും നോക്കാം. പിന്നെ 2 പ്രാവശ്യം, ആഴ്ചയിൽ 2 പ്രാവശ്യം ആ വേപ്പിലയുടെ പാക്ക് അത് നീരെടുത്ത് തല തേക്കുന്നതുണ്ട്, അതും നിങ്ങൾ ചെയ്യാം കേട്ടോ. അല്ലോ, ഇത് കേട്ടോ, ഇത് തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. ആദ്യം തലോട്ടിൽ നിറച്ചും തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് മുടിയിലും തേച്ച് പിടിപ്പിക്കാം, കെട്ടിവെക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. വേറെ ഒന്നും ഇടരുത് കേട്ടോ, ഒന്നും ഇടരുത്. വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. അങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം ഇതും 2 പ്രാവശ്യം മറ്റേ ആര്യവേപ്പിൻ്റെ നീരും കൂടി എടുത്ത് തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ, മാറും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സോപ്പൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. താലിപ്പൊടി റെഡിമെയ്ഡായിട്ട് കിട്ടും. ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിലെ ചെളിയെല്ലാം പോകും. പിന്നെ എന്തിനാ സോപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ വീഡിയോയിലൂടെ മറുപടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.